ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 23-ാം പദ്യം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അപരനു വേണ്ടി, അന്യനു വേണ്ടി, അഹർനിശം പകലും രാത്രിയും, സദാ പ്രയത്നം നല്ല കാര്യം, കൃപണത വിട്ട് സ്വാർത്ഥമോഹം വെടിഞ്ഞ് കൃപാലു സത്യദർശിയായ കാരുണ്യമൂർത്തി ചെയ്തിടുന്നു, അനുഷ്ഠിക്കുന്നു. കൃപണൻ അജ്ഞാനിയായ സ്വാർത്ഥമോഹി അധോമുഖനായി ഭേദചിന്ത കൊണ്ട് സങ്കുചിത ഹൃദയനായി കിടന്ന് ചെയ്യുന്നു, രാപ്പകൽ കഷ്ടപ്പെട്ട് നിർവഹിക്കുന്നു. അപജയ കർമ്മം, ജീവിതത്തെ തികച്ചും ദുഃഖിപ്പിച്ച് പതിപ്പിക്കുന്ന കർമ്മം അവനു വേണ്ടി മാത്രം, സ്വന്തം ഭൗതിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം. അന്യനു വേണ്ടി പകലും രാത്രിയും സദാ നല്ല കാര്യം, സ്വാർത്ഥമോഹം വെടിഞ്ഞ് സത്യദർശിയായ കാരുണ്യമൂർത്തി അനുഷ്ഠിക്കുന്നു. അജ്ഞാനിയായ സ്വാർത്ഥമോഹി ഭേദചിന്ത കൊണ്ട് സങ്കുചിത ഹൃദയനായി രാപ്പകൽ കഷ്ടപ്പെട്ട് നിർവഹിക്കുന്നു. ജീവിതത്തെ തികച്ചും ദുഃഖിപ്പിച്ച് പതിപ്പിക്കുന്ന കർമ്മം സ്വന്തം ഭൗതിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം. കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ആത്മനിഷ്ഠമായ ആനന്ദമനുഭവിച്ച് ആത്മവത്ത് സർവഭൂതങ്ങളെയും ദർശിക്കുന്ന കാരുണ്യനിധിയായ മഹാനുഭാവനാണ് ഇവിടത്തെ കൃപാലു. സ്വാർത്ഥചിന്ത നിശേഷം ഉപേക്ഷിച്ച് അങ്ങനെയുള്ള മഹാന്മാർ ലോകസംഗ്രഹത്തിനു വേണ്ടി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്നു. ലോകസംഗ്രഹം മുന്നോട്ട് നീങ്ങുന്നോറും അവരുടെ പ്രാരബ്ധവാസന ക്ഷയിച്ച് ജീവൻ മുക്തി ദൃഢപ്പെടും. ഇടതടവില്ലാത്ത ആത്മാനന്ദം പെരുകി വരികയും ചെയ്യും. അങ്ങനെ ധന്യധന്യമായിത്തീരുന്നു എന്നനുഭവിച്ച് അവരുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെത്തുന്നു. ഇങ്ങനെയുള്ള കൃപാലുക്കളെക്കുറിച്ച് വിവേക ചൂടാമണിയിൽ ശങ്കരഭഗവത്പാദർ പറയുന്നത് നോക്കുക. ശാന്തമഹാന്തോ നിവസന്തി സന്തോ വസന്തവല്ലോകഹിതം ചരന്തഃ തീർണ സ്വയം ഭീമഭവാർണവം ജനാനഹേതു നാന്യാനപിതാരയന്തഃ. സത്യനിഷ്ഠന്മാരും ശാന്തരുമായ മഹാത്മാക്കൾ ലോകഹിതം ലക്ഷ്യമാക്കി വസന്തമെന്ന പോലെ സദാ പെരുമാറുന്നു. പരൻ്റെ നന്മ തിന്മകളെ വകവയ്ക്കാതെ അവനെ സത്യത്തോട് അടുപ്പിക്കാൻ യത്നിക്കുന്നു എന്ന് താൽപ്പര്യം. അവർ സ്വയം ഭീമമായ സംസാര സമുദ്രം കടന്നവരാണ്. യാതൊരു സ്വാർത്ഥ താൽപ്പര്യവും കൂടാതെ മറ്റുള്ളവരെ കടത്തിവിടാനും യത്നിക്കുന്നു. ശ്രീ ഗുരുദേവൻ അങ്ങനെയുള്ളൊരു ലോകസേവകനായിരുന്നു എന്നറിയേണ്ടതാണ്. അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഉത്തമ സത്യത്തെ ഉയർന്നു നോക്കിക്കാണാതെ അധമങ്ങളായ ബാഹ്യ വിഷയങ്ങളെ മാത്രം സുഖത്തിനായി ആശ്രയിക്കുന്നവനാണ് അധോമുഖനായ കൃപണൻ. അവന് സ്വാർത്ഥം മാത്രമേ ലക്ഷ്യമായുള്ളൂ. അവൻ്റെ കർമ്മങ്ങൾ അവനെ ജീവിതത്തിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നു. സുഖിക്കാനാണല്ലോ ജഡവിഷയങ്ങളെ ആശ്രയിക്കുന്നത്. അവ നിമിത്തം കാര്യമായ സുഖമൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ദുഃഖം പെരുകുകയും ചെയ്യുന്നു. ഇതാണ് അവൻ്റെ ഒന്നാമത്തെ പരാജയം. ഒടുവിൽ നേടിയ സുഖസാമഗ്രികളും സമ്പത്തുമെല്ലാം കൈവിട്ട് ദയനീയമായി ഇവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടി വരുന്നു. ഇതാണ് രണ്ടാമത്തെ പരാജയം. ഇവിടെ നിന്ന് പോയാൽ ഗതിയുണ്ടോ? സ്വാർത്ഥമോഹം നിമിത്തം മലിന സങ്കല്പങ്ങളിലൂടെ സഞ്ചരിച്ച് ദുർവാസനകൾ ആസുരമായ അനന്തര ജന്മത്തിന് വഴിതെളിക്കുന്നു. ഇതാണ് ദയനീയമായ മൂന്നാമത്തെ പരാജയം. ഇങ്ങനെ സ്വാർത്ഥമോഹിയായ കൃപണൻ്റെ കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തെ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടുത്തുന്നു. സത്യബോധം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാതെ ഇതിനെന്താണ് വേറെ പോംവഴി? ആദികാരണമായ പരമാത്മസത്തയിലെ പ്രതിഭാസങ്ങളാണ് സർവ്വജീവജാലങ്ങളുമെങ്കിൽ ഇവിടെ ആരെ വെറുക്കാനാണ്? ഞാൻ മറ്റൊരാളെ ദുഃഖിപ്പിച്ചാൽ ഞാൻ എന്നെ തന്നെ ദുഃഖിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. തന്നിലുള്ള ബോധസ്വരൂപമായ ആത്മസത്ത തന്നെയാണ് പ്രപഞ്ചത്തിൽ സർവത്ര ഇടതിങ്ങി നിൽക്കുന്നതെന്ന് അനുഭവിച്ചറിയുകയാണ് സത്യദർശനം. തന്നിലുള്ള ബോധസ്വരൂപമായ ആത്മസത്ത തന്നെയാണ് പ്രപഞ്ചത്തിൽ സർവത്ര
ഇടതിങ്ങി നിൽക്കുന്നതെന്ന് അനുഭവിച്ചറിയുകയാണ് സത്യദർശനം. ആ അനുഭവം ഒന്നു മാത്രമേ നമുക്ക് സ്ഥിരമായ സുഖം തരൂ. ഇക്കാര്യമാണ് ഇനി പ്രതിപാദിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.